മനസ്സില്ലാത്തപ്പോൾ നിങ്ങൾ യോഗയിലാണ്. എന്താണ് മനസ്സ്? സാധാരണഗതിയിൽ നമ്മൾ മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിലെ ഒരു വസ്തുവായിട്ടാണ് നമ്മൾ ചിന്തിച്ചു വയ്ക്കുന്നത്. പക്ഷെ സത്യത്തിൽ മനസ്സ് ഒരു വസ്തുവല്ല, ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയുന്നു, നിങ്ങൾ നടക്കുകയാണ് എന്ന്. പെട്ടെന്ന് നിങ്ങൾ ഇരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ആൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഇത്രയും നേരം നിങ്ങൾ നടക്കുകയായിരുന്നില്ലേ? ആ നടത്തം എവിടെ പോയി? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇത്രയും നേരം നിങ്ങൾ നടക്കുകയായിരുന്നില്ലേ? ആ നടത്തം എവിടെ പോയി? ഇതിന് യുക്തിയില്ലാത്ത ചോദ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കുടയുണ്ടായിരുന്നു. കുറേ നേരം നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ വെച്ചു. പിന്നെ അതൊരു മേശയിൽ വെച്ചു. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുടയുടെ. നിങ്ങൾക്ക് പറയാം, കുട മേശപ്പുറത്തുണ്ട് എന്ന്. കാരണം കുട ഒരു വസ്തുവാണ്. പക്ഷെ നടത്തം ഒരു വസ്തുവല്ല, അതൊരു പ്രവൃത്തിയാണ്. അത് നിങ്ങൾക്കൊരിടത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നില്ല. കുറേ നേരം നടന്നു കഴിഞ്ഞ് നിങ്ങൾ ഒരിടത്തിരിക്കുമ്പോൾ, ഇത്രയും നേരം നടക്കുകയായിരുന്നല്ലോ, ആ നടത്തം എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അർത്ഥമില്ല. മനസ്സിൻ്റെ കാര്യവും ഇതുപോലെയാണ്. മനസ്സ് ഒരു വസ്തുവല്ല, മനസ്സ് ഒരു പ്രവൃത്തിയാണ്. ഒരുപക്ഷെ മനസ്സ് എന്ന വാക്കായിരിക്കാം അതൊരു വസ്തുവാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നത്. മനസ്സിന് പകരം ചിന്തിക്കുക എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മനസ്സൊരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേനെ. കാരണം മനസ്സ് ചെയ്യുന്നതും അതാണ്, ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. ഇത് പറയുമ്പോൾ ബോധിധർമ്മൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു സംഭവം പറയേണ്ടതായിട്ടുണ്ട്. ബോധിധർമ്മനെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നും ചൈനയിലേക്ക് പോയ മഹാനായ സന്യാസിയാണ് ബോധിധർമ്മൻ. ബോധിധർമ്മൻ ചൈനയിലേക്ക് വരുമെന്ന് ചൈനയിൽ എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു. ചൈനീസ് സാമ്രാജ്യവും അന്നത്തെ ചൈനയുടെ ചക്രവർത്തിയും ബോധിധർമ്മനായി കാത്തിരിക്കുകയായിരുന്നു. ബോധിധർമ്മൻ ചൈനയിലെത്തിയപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തെ സ്വീകരിക്കാനായി ചെന്നു. ചക്രവർത്തി ബോധിധർമ്മനോട് പറഞ്ഞത്, എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. അങ്ങൊരു മഹാസന്യാസിയാണ്. ഞാൻ അങ്ങയ്ക്കായി ഇത്രയും നാൾ കാത്തിരിക്കുകയായിരുന്നു. പറയൂ, എന്ത് ചെയ്താലാണ് എൻ്റെ മനസ്സിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുക? ചക്രവർത്തിയുടെ ചോദ്യം കേട്ടപ്പോൾ ബോധിധർമ്മൻ പറഞ്ഞത്, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. ബോധിധർമ്മൻ എന്താണ് പറയുന്നത് എന്ന് ചക്രവർത്തിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ബോധിധർമ്മൻ ചക്രവർത്തിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നാളെ വെളുപ്പിനെ ഒറ്റയ്ക്ക് എന്നെ കാണാൻ വരൂ. വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും കൊണ്ടുവരണം കേട്ടോ. അന്ന് രാത്രി ചക്രവർത്തിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. ചക്രവർത്തിക്ക് ബോധിധർമ്മൻ പറഞ്ഞത് മനസ്സിലായതേയില്ല. ചക്രവർത്തി ചിന്തിച്ചു, ഇയാളൊരു ഭ്രാന്തനായിരിക്കണം. മനസ്സ് കൊണ്ടുവരാൻ മറക്കരുത് പോലും. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? പക്ഷേ എന്തോ ഒന്ന് ചക്രവർത്തിയെ ബോധിധർമ്മനിലേക്ക് ആകർഷിക്കുന്നുണ്ടായിരുന്നു. ഒരു കാന്തം ഒരു കൊച്ചിരുമ്പ് കഷ്ണത്തെ ആകർഷിക്കുന്നത് പോലെ ബോധിധർമ്മൻ ചക്രവർത്തിയെ വല്ലാതെ ആകർഷിക്കുന്നു. ഒടുവിൽ ചക്രവർത്തി തീരുമാനിച്ചു, എന്തെങ്കിലും ആവട്ടെ, ഒന്ന് പോയി കാണാം. ഒന്നും കാണാതെ ചിലപ്പോൾ അയാളങ്ങനെ പറയില്ല. അങ്ങനെ വെളുപ്പിനെ ചക്രവർത്തി ബോധിധർമ്മനെ കാണാനായി ഒറ്റയ്ക്ക് ചെന്നു. ബോധിധർമ്മൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ചക്രവർത്തി എത്തിയതും ബോധിധർമ്മൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ വന്നു അല്ലേ? ശരി, നിങ്ങളുടെ മനസ്സെവിടെ? അത് കൊണ്ടുവന്നോ ഇല്ലയോ?
ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്. ഞാൻ എവിടെയുണ്ടോ എൻ്റെ മനസ്സ് അവിടെയുണ്ട്. അത് ഞാൻ എവിടെയെങ്കിലും മറന്നു വച്ചിട്ട് പോകാൻ സാധ്യമാകുന്നൊരു കാര്യമല്ല. എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിലാണ്. ബോധിധർമ്മൻ പറഞ്ഞു, ശരി, ഒരു കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. മനസ്സ് നിങ്ങളുടെ ഉള്ളിലാണ് എന്ന്. ഇനിയൊരു കാര്യം ചെയ്യൂ, കണ്ണുകളടയ്ക്കൂ. എന്നിട്ട് ഉള്ളിൽ എവിടെയാണ് മനസ്സ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഉടൻ തന്നെ എന്നോട് പറയണം. സമാധാനം കൊണ്ടുവരുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ചക്രവർത്തി കണ്ണുകളടച്ചു. എന്നിട്ട് അദ്ദേഹം മനസ്സിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അദ്ദേഹം ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും മനസ്സിനെ കണ്ടുപിടിക്കാനേ സാധിച്ചില്ല. കാരണം മനസ്സൊരു വസ്തുവല്ലല്ലോ. ഒരു വസ്തുവിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാം, ഇതായിരിക്കുന്നു ആ വസ്തു എന്ന്. ഒരു പ്രവൃത്തിയെ എങ്ങനെ കണ്ടുപിടിക്കും? പതുക്കെ പതുക്കെ ചക്രവർത്തിക്ക് മനസ്സിൻ്റെ സ്വഭാവത്തെ മനസ്സിലാവാൻ തുടങ്ങി. ഇല്ലാത്തൊരു സാധനത്തെയാണ് താൻ അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവ് വരാൻ തുടങ്ങി. മനസ്സെന്നാൽ ഒരു പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ തുടങ്ങി. ചക്രവർത്തി തൻ്റെ കണ്ണുകൾ തുറന്ന് ബോധിധർമ്മനെ വണങ്ങി. ചക്രവർത്തി പറഞ്ഞു, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ മനസ്സിനെ കണ്ടുപിടിക്കാനേ സാധിക്കുന്നില്ല. ബോധിധർമ്മൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സമാധാനം വന്നിരിക്കുന്നു. ഇനി എപ്പോഴൊക്കെ അസ്വസ്ഥത തോന്നുന്നുവോ അപ്പോഴെല്ലാം ഉള്ളിലേക്ക് നോക്കുക. ആ അസ്വസ്ഥത എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നോക്കുക അഥവാ ദർശിക്കുക എന്ന് പറയുന്നത് മനസ്സിന് നേരെ വിപരീതമായ പ്രവൃത്തിയാണ്. മനസ്സിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പ്രവൃത്തി. മനസ്സെന്നാൽ ചിന്തിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ചിന്തിക്കുക എന്ന പ്രവൃത്തിയുടെ നേരെ ഓപ്പോസിറ്റാണ് നോക്കുക, ദർശിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നോക്കുന്ന നിമിഷം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ദർശിക്കാൻ ശ്രമിക്കുന്ന നിമിഷം, ചിന്തകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എനർജിയെല്ലാം ആ നോട്ടത്തിലേക്ക് പോകുന്നു. ഇതുകൊണ്ടാണ് മിക്ക ധ്യാനത്തിനെയും വിറ്റ്നസ്സിങ് അഥവാ സാക്ഷിയായി മാറുക എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സാക്ഷിയായി മാറിയാൽ സാവധാനം ചിന്തകളെല്ലാം ഇല്ലാണ്ടാവും. അതായത് മനസ്സ് ഇല്ലാണ്ടാവും. മനസ്സില്ലാത്ത അവസ്ഥ. മനസ്സില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ യോഗയിലാണ്.